അവിടെ മഹാഗണപതി ക്ഷേത്രത്തിലെ ആനയൂട്ട് ആരംഭിക്കാൻ പോവുകയാണ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, വിപുലമായ ആഘോഷ പരിപാടികളാണ് മള്ളിയൂരിൽ നടക്കുന്നത്. ഇപ്പോൾ ആനയൂട്ട് ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ്? ഹലോ. വിനായക ചതുർത്ഥി ദിനത്തിൽ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ആനയൂട്ട് നടക്കാൻ പോകുന്നു. മിഥുൻ അയ്യപ്പൻ ലൈനിലുണ്ടെന്ന് കരുതുന്നു. മിഥുൻ, വിപുലമായ ചടങ്ങുകൾ, ഒപ്പം ആനയൂട്ട്, പഞ്ചാരിമേളം ഒക്കെ തന്നെ അല്പസമയത്തിനകം ആരംഭിക്കുമ്പോൾ ആനയൂട്ടിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആ ചടങ്ങൊക്കെ തന്നെ പുരോഗമിക്കുന്നു. എന്താണ് അവിടെ നമുക്ക് നൽകാൻ കഴിയുന്നവരും? വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ. മിഥുൻ അയ്യപ്പൻ ലൈനിലുണ്ട്. മിഥുൻ, പറയൂ. ഇപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ വിനായക ചതുർത്ഥി ആഘോഷങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഗണേശനെ ഇത്തരം ഗജനിരയെ ഗണപതിയായി തന്നെ കണ്ടുകൊണ്ട് പ്രത്യക്ഷ ഗണപതി പൂജ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ഗജപൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മള്ളിയൂർ ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയാണ് ഈ ഗജപൂജയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഗജപൂജ നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യക്ഷ ഗണപതി പൂജ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നമ്മളേവരും ആദരിക്കുന്ന ഗണപതിയെ തന്നെ ഗണപതിയായി കണ്ട് ഇത്തരം ആനകളെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് ഗജപൂജ എന്ന് പറയുന്നത്. ആ ചടങ്ങാണ് ഇപ്പോൾ മള്ളിയൂർ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് മഹാഗണപതി ഹോമം പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് ഈ പുരോഹിതന്മാരെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയും ഈ പുറത്ത് അണിനിരുന്ന 11 ആനകളെ ഗണപതിയായി കണ്ട് പൂജിച്ച് അടുത്ത ആനയൂട്ട് എന്ന ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് ആനയൂട്ട് നടത്തുക. തന്ത്രി മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരി ഇപ്പോൾ ഗജപൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ഭക്തജനങ്ങളാണ് തൊഴുകൈകളോടെ ഈ ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചവാദ്യത്തിന്റെ വാദ്യഘോഷങ്ങൾ പശ്ചാത്തലമായിട്ടുണ്ട്. ഈ ഗജ സൗന്ദര്യം വന്യമായതും അതുപോലെ തന്നെ തനതായിട്ടുള്ള ഗജ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പ്രത്യക്ഷ ഗണപതി പൂജയിൽ പങ്കെടുക്കുന്നതിനും അനുഗ്രഹം നേടുന്നതിനും വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ മള്ളിയൂർ ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കി ഈ പന്തലിൽ ഒത്തുകൂടിയിരിക്കുന്നത്. രാവിലെ മുതൽ ക്ഷേത്രത്തിലെത്തിയവർ രാവിലെ ദർശനം നടത്തുകയും അതിനുശേഷം 11 മണിയോടുകൂടി ദർശനം പൂർത്തിയാക്കിയപ്പോൾ ഗജമേളയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഈ ആനയൂട്ടിൽ ആനകൾക്ക് ഭക്ഷണമായി കൊടുക്കുന്ന വസ്തുക്കളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ ചോറുരുളയുണ്ട്, പഴമുണ്ട്, കരിമ്പുണ്ട്, ശർക്കരയുണ്ട്. അത്തരത്തിൽ വിഭവ സമൃദ്ധം എന്ന് പറയാവുന്ന തരത്തിൽ ആനകളെ ഊട്ടുന്ന ചടങ്ങാണ്. ഗണപതിയെ തന്നെ ഊട്ടുന്നു, തങ്ങളുടെ ആരാധ്യ ദൈവത്തെ തന്നെ ഊട്ടുന്നു എന്നുള്ള ഒരു രീതിയാണ് ഈ ഒരു ഗജപൂജയുടെ ഒരു
അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പുണ്യമായി തന്നെ ആനകളെ ഈ ഊട്ടുന്ന ചടങ്ങിനെ കണക്കാക്കുന്നുണ്ട്. ആ ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 ആനകൾ അണിനിരന്നുകൊണ്ടുള്ള ഗജപൂജ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ 6 ദിവസം നീണ്ടുനിന്ന ഉത്സവ ദിവസങ്ങളെ ഭക്തജനങ്ങൾ കണ്ടത്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും അതേസമയം തന്നെ ആഘോഷങ്ങൾക്കും ഇടം നൽകിക്കൊണ്ടും കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ക്ഷേത്ര കലാകാരന്മാരെയും അതുപോലെ തന്നെ മറ്റ് കലാകാരന്മാരെയും എല്ലാം ക്ഷേത്രത്തിനകത്തേക്ക് പുറത്തുള്ള ഈ മണ്ഡപത്തിലേക്കുമെല്ലാം സാന്നിധ്യം എത്തിച്ചുകൊണ്ട് അവരുടെ എല്ലാം കലാപ്രകടനങ്ങൾക്ക് വേദിയാക്കിക്കൊണ്ടുള്ള 5 ദിവസങ്ങളാണ് 6ാം ദിവസം ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ ആനയൂട്ടിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേ ആനയൂട്ട് കടക്കുകയാണ്. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രധാന ആനയായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആനയായിട്ടുള്ള ഇതാ തന്ത്രി മനയാത്താറ്റിലത്ത് ആനയ്ക്ക് ഉരുള നൽകി കഴിഞ്ഞു. ആനയൂട്ടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി ക്രമാനുഗതമായി എല്ലാ ആനകളിലേക്കും ഇപ്പോഴിതാ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി കൂടി ഈ ആനയൂട്ട് നടത്തിയിരിക്കുകയാണ്. ഇന്ദ്രസൻ എന്ന ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആനയായിട്ടുള്ള ഗുരുവായൂർ ഇന്ദ്രസന് ഉരുള നൽകിക്കൊണ്ടാണ് ആനയൂട്ടിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയും ആണ് ഈ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ആനയൂട്ട് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും നൽകി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ അണിനിരന്നിരിക്കുന്ന 12ഓളം ആനകൾക്ക് ഈ 12ഓളം ആനകൾക്ക് അവരുടെ ഊട്ട് നൽകുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ആനയൂട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആനയൂട്ടിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ആനപ്രേമികളെയും അതുപോലെ തന്നെ ഗണപതി വിശ്വാസികളെയും എല്ലാം അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹീതമായിട്ട് കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ആനയൂട്ടിൽ പങ്കെടുക്കുകയാണ് ആബാലവൃദ്ധം ജനങ്ങളും വിശ്വാസികളും. അതുപോലെ തന്നെ തന്ത്രിമുഖ്യൻ ആണ് ഈ ആനയൂട്ട് നടത്തിയത്. ഇപ്പോൾ ആനയൂട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം പരമേശ്വരൻ എല്ലാവരും ഈ ആനയൂട്ടിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ളവരും എല്ലാവരും ഈ ആനയൂട്ടിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഈ ആനകളെ ഊട്ടുന്നതോടുകൂടി തങ്ങൾ അവരുടെ ഇഷ്ടദേവനായിട്ടുള്ള ഗണപതിക്ക് ആ ഒരു നിവേദ്യം നൽകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്, ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പരമേശ്വരൻ നമ്പൂതിരി ചേരുകയാണ്. ഒരു പ്രത്യക്ഷ ഗണപതി പൂജ എന്ന് തന്നെയല്ലേ? അതെ, പ്രത്യക്ഷ ഗണപതി പൂജ തന്നെ. ഒരു ഭാഗ്യ ഈശ്വരാനുഗ്രഹം തന്നെ. ഇത്രയും ഗണപതിമാരെ ഒരുമിച്ച് കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ശരിക്കും ഗണപതി മുമ്പിൽ വന്ന് നിൽക്കുവാണല്ലോ പ്രത്യക്ഷമായിട്ട്. മഹാഗണപതിയുടെ അനുഗ്രഹം തന്നെ, സംശയിക്കാനില്ല. മഹാഗണപതി നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവാണ്. നമ്മളെ ആശ്രയിക്കുക, സർവാത്മനെ ആശ്രയിച്ചാൽ ഗണപതി നമ്മളെ അനുഗ്രഹിക്കും. അത് മാത്രമേ ഉള്ളൂ. പ്രകൃതി അതുപോലെ തന്നെ മനുഷ്യരുമെല്ലാം ഒന്നാണെന്നും പരസ്പരം സന്തുലിതമായി നിന്നുകൊണ്ടാണ് നമ്മുടെ ഒരു ഹൈന്ദവ ധർമ്മമൊക്കെ അങ്ങനെയാണല്ലോ. അതിൻ്റെ കൂടി ഒരു ഉദാഹരണമല്ല ഇപ്പോൾ ഈ കാണുന്നത്. സംശയിക്കാനില്ലല്ലോ. നമ്മളെ ധർമാനുസൃതമായുള്ള ഒരു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് സൽഫലം ഉണ്ടാകും. അതിനാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. ഭഗവാന്റെ ഉത്സവം നടത്തുന്നത്, ഭഗവാന്റെയാണ് ഉത്സവം നടത്തേണ്ടത്. എന്തെല്ലാം ആഘോഷം ഉണ്ടെങ്കിലും അതിലൊക്കെ പ്രസക്തി ആ ഉത്സവം നടത്തുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഉത്സവമാണ് ആദ്യത്തെ പ്രാധാന്യം. അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. വേറെ ഒന്നിനും ഉത്സവം എന്ന് പറയാനില്ല. അത് ഭഗവാന്റെ മാത്രമേ ഉത്സവമുള്ളൂ. ഒരു ദൈവമായി തന്നെ കണ്ട് നമ്മൾ ആരാധിക്കുന്നു. അതായത് നമ്മുടെ ഗണപതിയായി തന്നെ കണ്ട് ആരാധിക്കുന്നു. അതൊരു വലിയൊരു ആശയമല്ലേ ശരിക്കും പകർന്നു നൽകുന്നത്? വലിയൊരു ആശയം തന്നെയാണ്. നമ്മൾ ഏത് ജീവിയാണെങ്കിലും അവരെ സ്നേഹിക്കണം. പ്രത്യേകിച്ചും
ആനയെ ഗണപതിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ഗണപതിയായിട്ട് നമ്മൾ പ്രത്യക്ഷമായിട്ട് ഗണപതിയെ കാണുകയാണ് നമ്മൾ അവിടെ വെച്ച്. രാവിലെ ജനം TV ലൈവ് തുടങ്ങുമ്പോൾ തിരുമേനി ഗണപതി ഹോമത്തിലായിരുന്നു. അപ്പോൾ ചോദിക്കേണ്ടിയിരുന്നൊരു ചോദ്യം, ഈ അന്ന് ഇത്രയും വർഷം മുമ്പ് ഭാഗവതഹംസം അച്ഛൻ തിരുമേനി പ്രതിഷ്ഠാമൂർത്തിയുടെ മൂലമന്ത്രം മാത്രമേ ചൊല്ലാവൂ എന്നുള്ള കൽപ്പന മാറ്റിയിട്ട് എൻ്റെ ഉപാസന ഇതാണ്, എൻ്റെ സങ്കല്പം ഇതാണ്, ഞാൻ ഇങ്ങനെ ഉപാസിക്കും എന്ന് പറയാൻ കാണിച്ച ആ ഒന്നൊരു ധൈര്യം, ആ മനസ്സ്, അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? അത് അച്ഛൻ്റെ തപശക്തി തന്നെയാണ്. തപസ്സിൻ്റെ ശക്തി കൊണ്ടാണ് അച്ഛന് കിട്ടിയത്. അച്ഛന് മനസ്സിൽ തോന്നി ഗണപതി ഉപാസിക്കുന്ന പോലെ ഭാഗവതത്തെ ഉപാസിക്കണമെന്നാണ്. ആ ഭാഗവതം ഉപാസിക്കുമ്പോൾ അതിനൊരു സങ്കല്പം വേണമല്ലോ. അതിനാണ് സാളഗ്രാമം വെച്ച് പൂജിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ ഭാഗവതത്തെയും ഗണപതിയെയും ഒരുപോലെ പൂജിച്ചു. ഓരോ ശ്ലോകം ചെല്ലുമ്പോഴും ഗണപതിക്കും സാളഗ്രാമത്തിനും ഓരോ പുഷ്പാഞ്ജലി കഴിച്ചു. അതിൻ്റെ അനുഭവമാണ് ഇന്ന് കാണുന്ന വൈഷ്ണവ സങ്കല്പം. അത് അച്ഛൻ്റെ ഒരു ദൃഢനിശ്ചയാണ് ഭഗവാൻ കുടികൊള്ളും എന്നുള്ളൊരു വിശ്വാസം. അത്ര ത്യാഗമായ തപസ്സായിരുന്നു. ജലപാനം പോലും ഇല്ലാതെ രാവിലെ പോലും ഈ മധ്യാഹ്നം വരെയെന്ന് പറയാം. ഏത് സമയം ഭഗവാന്റെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഒന്ന്. ശിഷ്യൻ എന്ന് അവകാശപ്പെടാമെന്നല്ല, മറ്റാരെയും അച്ഛൻ ശിഷ്യനായിട്ട് കൂട്ടിയിട്ടില്ല. നാരായണ മൂസ അച്ഛനെ കുറിച്ച് പറഞ്ഞതിൽ നാരായണ മൂസ ആണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ അഭിമാനം എന്നുള്ള ബോധം എന്ന് വെച്ചാൽ അഹങ്കാരം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ഒരു നാട്യം ഇതുമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു എന്ന് സ്വയം പ്രകീർത്തിക്കുന്ന സ്വഭാവവുമില്ല. ഇങ്ങനെയാണ് മൂസ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങ് എങ്ങനെ ഓർക്കുന്നു? അല്ല, അച്ഛനെല്ലാം ഗണപതിക്ക് സമർപ്പിക്കുകയായിരുന്നു. കഷ്ടപ്പാട് വന്നപ്പോഴും എന്നെ ഗണപതി കൈവിടില്ല എന്നുള്ള ദൃഢമായ നിശ്ചയം തന്നെയാണ് അച്ഛനുണ്ടായിരുന്നത്. അപ്പം അതാണ് അച്ഛനെ ഈ ഉയർന്നതിലെത്തിയത്. അപ്പം എല്ലാവരും സമൂഹത്തിൽ അച്ഛൻ്റെ ചിട്ട പരിപാലിക്കുകയും, പക്ഷേ ജനങ്ങളെ എല്ലാം ഒരുപോലെ കണ്ടിരുന്നു. ഭാഗവതത്തിൽ പറയുന്നുണ്ടെയോ, സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളെയും ബഹുമാനിക്കണമെന്ന്. എല്ലാവരെയും ബഹുമാനിച്ചിരുന്നു. അവിടെ യാതൊരു ഭേദകൽപ്പനയില്ല. എല്ലാവരും ഒരുപോലെ ബഹുമാനിച്ചിരുന്നു. ആര് വന്നാലും എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കുക എന്നുള്ള അച്ഛൻ്റെ ഒരു പ്രധാന തീരുമാനമാണ്. ഭാഗവതത്തിൽ അത് ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിച്ചത് അച്ഛനാണെന്ന് പറയാം. അപ്പം അതാണ് അച്ഛനെ ഈ നിലയെത്തിച്ചത്. അവിടെ നിഷ്കളങ്കമായ ഭക്തിയാണ്. അവിടെ അതിനകത്തൊരു വേറൊന്നും പറയാം, നിഷ്കളങ്ക ഭക്തി. അതാണ് ഇന്ന് ഗണപതി ക്ഷേത്രം. പ്രഭാഷണത്തിൽ ഒതുങ്ങിയില്ല എന്നുള്ളതാണ് കേവലം. അത് ജീവിതത്തിൽ അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചു. മുഴുവൻ കാണിച്ചു ഞങ്ങൾക്ക് പറയാം, അച്ഛൻ പറയില്ല, എന്നാലും ഞങ്ങൾക്ക് പറയാം. അങ്ങ് ഒരു മിനിറ്റ്, മള്ളിയൂരിലെ ഗണപതി ഹോമം കഴിഞ്ഞ് പ്രസാദവും നൽകി ആണ് പരമേശ്വരൻ നമ്പൂതിരി ഇവിടെ ജനം ടിവിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങ് തന്നെ നല്ല തിരക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളൊരു വാക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുത്തിരുന്നു, ഈ വിനായക ചതുർത്ഥി ജനം ടിവിക്കൊപ്പം മള്ളിയൂർ ദർശനവും ജനം ടിവിക്കൊപ്പം എന്നുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം. അങ്ങ് തന്നെ പറഞ്ഞു കഷ്ടപ്പാടിൻ്റെ ഏറ്റവും പാരമ്യത്തിലും അച്ഛൻ തിരുമേനി വിശ്വാസം കൈവിട്ടില്ല, ഗണപതി കാത്തുകൊള്ളുമെന്ന് പറഞ്ഞു. അത് കൃത്യമായി നമ്മുടെ മുന്നിൽ കണ്ടു. ക്ഷേത്രം ഉന്നതിയിലെത്തി. ധാരാളം ഭക്തജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നെത്തുന്നു. ഇപ്പോൾ അങ്ങയുടെയും സഹോദരങ്ങളുടെയും ഇനി അടുത്ത തലമുറ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായി വന്നിരിക്കുന്നു, ശ്രീശിവനെ പോലെയുള്ളവര്. ഇപ്പോൾ അങ്ങയുടെയൊക്കെ മുന്നിൽ ആ കഷ്ടപ്പാടിന് അപ്പുറം അച്ഛൻ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ പൈതൃകം, ആ വലിയൊരു ഉത്തരവാദിത്വമല്ല ഇത്. ആ ദീപം കെടാതെ മുന്നോട്ട് കൊണ്ടുപോവുക, ആ കഷ്ടപ്പാടിനപ്പുറം അച്ഛൻ തെളിച്ച പാതയിലൂടെ ആ വിശ്വാസവും ആ ചൈതന്യവും നിലനിർത്തുക എന്നുള്ളതൊരു എത്ര വലിയ ഉത്തരവാദിത്വമായ ധർമ്മമാണ്. അച്ഛനൊരു വഴി കാണിച്ചു തന്നില്ല. ആ വഴി ഇനി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി അച്ഛൻ്റെ വഴി പോവുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാന കടമ. അച്ഛൻ്റെ സ്വപ്നമുണ്ട് അമ്പലം എന്നാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. പക്ഷേ
അമ്പലം നന്നാകണമെന്ന് അച്ഛൻ നന്നാഗ്രഹം. ഇപ്പോഴും ഞങ്ങൾ അതിനു വേണ്ടി ഓടി നടക്കുകയാണ്. അമ്പലം നന്നാകണം എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനെ ഒരു ഭാഗവതം പ്രചരിപ്പിക്കണം, ഭാഗവതത്തിന് പ്രചാരം കൊടുക്കുക, ഇതൊക്കെയായിരുന്നു. ഭാഗവതം എത്രയോ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ അത്രയും ജനങ്ങളിലേക്കല്ല ഭക്തന്മാരിലേക്ക് എത്തിക്കാനാണ്. ഭക്തി ഇല്ലാത്തവരെ ഭക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഭക്തന്മാരാക്കുക. ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല. ഈശ്വരന് മുമ്പിൽ നമ്മളെല്ലാവരും സമന്മാരാണ്. എല്ലാവരും ഈശ്വരനെയാണ് ഭജിക്കുന്നത്. അവിടെ ഈശ്വരവാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന പശ്ചാത്തലം ആനയൂട്ടെന്നൊക്കെ ഞങ്ങൾ ലളിതമായി പറയുമെങ്കിലും അത് മൊത്തത്തിൽ പ്രത്യക്ഷ ഗണപതി പോലെ തന്നെയല്ലേ? അതെ, സംശയിക്കാനില്ല. പ്രത്യക്ഷ ഗണപതി പോലെ തന്നെ ഗണപതിയായിട്ട് കൽപ്പിച്ച് പൂജിക്കുകയാണല്ലോ. ഇതൊക്കെ അച്ഛൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. അച്ഛൻ്റെ കാലത്ത് ഇറങ്ങി. പക്ഷേ അച്ഛൻ്റെ തപസ്സിന് ശക്തി കൊണ്ട് ഇപ്പം അച്ഛന് ഇപ്പോഴും ഉണ്ട്. ഈ മണ്ണിലുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് നടക്കുന്നത്. അവിടെ നമ്മുടെ കഴിവൊന്നുമില്ല. അച്ഛൻ്റെ ആ തപശക്തി കൊണ്ട് മാത്രം കിട്ടിയതാണ് ഈ ജനം വരുന്നതും ഒക്കെ. നമ്മൾ ആ വഴികളെ പോയാൽ മതി. നമ്മൾ വേറെ വഴി പോകാതെ ഗണപതിയെ തന്നെ ഉപാസിച്ച് പോകുക എന്നുള്ളതാണ്. അച്ഛൻ തിരുമേനി എന്ന് പറയുന്നത് ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഇവിടെയൊക്കെ തന്നെയുണ്ട്, മള്ളിയൂർ തന്നെയുണ്ട്. അച്ഛൻ കൊളുത്തിയ ദീപം, അച്ഛൻ തെളിച്ച മാർഗം, അത് തന്നെയാണ് അച്ഛൻ തെളിച്ച മാർഗവും തന്നെ. അത് പിന്തുടരുക എന്നുള്ള വളരെ ലളിതമായ കർത്തവ്യം എന്ന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പറയുന്നു നമ്മളോട്, ജനം TV പ്രേക്ഷകരോട്. എന്തായാലും ഈ വിനായക ചതുർത്ഥി ദിനം ഗണപതി ഹോമം തുടങ്ങിയപ്പോൾ മുതൽ ഹോമദർശനം വരെ, പ്രസാദ വിതരണം വരെ, ഒടുവിൽ ആനയൂട്ടെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പ്രത്യക്ഷ ഗണപതി പൂജയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ജനം TVക്ക് വേണ്ടി മിഥുൻ അയ്യപ്പൻ, അരുൺ കൊടുങ്ങൂർ, മനോജ്, അനീഷ് എന്നിവർക്കൊപ്പം പ്രദീപ് പിള്ള. നമസ്തേ. ചതുർത്ഥി ദിനത്തിൽ